ലൂസിഫർ കണ്ടില്ല. ആക്ച്വലി എനിക്ക് കാണാൻ താല്പര്യവും ഇല്ല. കാര്യം നമുക്ക് നമ്മുടേതല്ലേ വലുത്. എമ്പുരാനേക്കാൾ ഇതുപോലുള്ള സിനിമകൾ വരട്ടെ എന്ന് പ്രതീക്ഷിക്കും. രാജ്യദ്രോഹ ശക്തികൾ ഈ നാട്ടിലെ സംഗതികളെ വളച്ചൊടിച്ച് തെറ്റായ കള്ളപ്രചരണം നടത്തി. സത്യം മൂടി വെക്കാൻ ഏത് തമ്പുരാൻ വിചാരിച്ചാലും സാധ്യമല്ല. എമ്പുരാൻ കണ്ടപ്പോൾ വിചാരിച്ചത് മുസ്ലിംസ് ആണ് കറക്റ്റ് എന്നാണ്. പക്ഷെ ഇപ്പോഴാണ് മനസ്സിലാവുക സത്യം എന്താണ്. താങ്ക്സ് ടു മോദി, അത് മാത്രമേ പറയാനുള്ളൂ. എങ്ങനെയാണ് അതിനെ വാക്കുകളിൽ പറയേണ്ടതെന്ന് സത്യത്തിൽ അറിയില്ല. കാരണം ഒന്ന് തത്വമയോട് വളരെ നന്ദി. ഇതുപോലെ ഒരു സിനിമ രീതിയിൽ വന്നാൽ ആൾക്കാർക്ക് മനസ്സിലാവാൻ പറ്റുന്ന ഒരു സംഭവം. ആൾക്കാർ അറിയണം എന്താണ് സത്യം എന്നുള്ളത്. സത്യം ഒരിക്കലും കുഴിച്ചുമൂടാൻ പറ്റത്തില്ല എന്ന് മനസ്സിലായത് പുറത്ത് തന്നെ വരും. കറക്റ്റ് സ്റ്റോറി അറിയാൻ പറ്റും. കണ്ടില്ലെങ്കിൽ വലിയൊരു നഷ്ടമായിരുന്നേനെ. നമസ്കാരം. ഇന്ന് തത്വമയുടെ വാർത്താ സംഘം തിരുവനന്തപുരം ഏരീസ് ഫ്ലെക്സ് തിയേറ്ററിലാണ്. കഴിഞ്ഞ ദിവസവും ഞങ്ങളിവിടെ സബർമതി റിപ്പോർട്ട് എന്ന ചലച്ചിത്രത്തിന്റെ സ്പെഷ്യൽ സ്ക്രീനിംഗ് നടത്തിയിരുന്നു, സൗജന്യ പ്രദർശനം നടത്തിയിരുന്നു. കഴിഞ്ഞ ദിവസത്തെ ആ ഒരു പ്രതികരണം, പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണം അത് വളരെ വലുതായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ചൊവ്വാഴ്ച കൂടി ഒരു പ്രത്യേക പ്രദർശനം കൂടി നമ്മൾ സജ്ജീകരിച്ചിരിക്കുകയാണ്. അതായത് എമ്പുരാൻ എന്ന ചലച്ചിത്രം ഇവിടെ ഉയർത്തിവിട്ട വിവാദങ്ങൾ, രാജ്യവിരുദ്ധത സിനിമ സ്ക്രീനിലൂടെ പ്രദർശിപ്പിക്കുക, അതിനുശേഷം ഭീകരതയെയും അതുപോലെ തന്നെ കൂട്ടക്കൊലയെയും മഹത്വവൽക്കരിക്കുക, ഇതൊക്കെയാണ് ആ സിനിമയിലെ പ്രമേയം എന്നതാണ് ഇപ്പോഴത്തെ ചർച്ചാ വിഷയം. അതിനെതിരെ ഒരു പ്രതികരണമാണ് തത്വമയി ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. 2024 നവംബറിൽ റിലീസായ ചിത്രമാണ് സബർമതി റിപ്പോർട്ട്. ആ ചിത്രം ഇപ്പോൾ തിരികെ സ്ക്രീനിൽ എത്തിച്ചിരിക്കുകയാണ് തത്വമയി ന്യൂസ്. അതിൽ വലിയ പ്രേക്ഷക പ്രതികരണം തന്നെ ഇപ്പോൾ വരുന്നുണ്ട്. സുദർശൻജി, നമ്മൾ ഇന്നലത്തെ ആ ഒരു സൗജന്യ പ്രദർശനത്തിന് ലഭിച്ച ആ പ്രതികരണം, കഴിഞ്ഞ ദിവസത്തെ സീറ്റുകളെല്ലാം നിറഞ്ഞു കവിയുകയും വീണ്ടും നിരവധി ആളുകൾക്ക് ഈ സിനിമ കാണാൻ താല്പര്യമുണ്ട് എന്ന് അറിയിക്കുകയും ചെയ്തതിന്റെ പശ്ചാത്തലത്തിലാണ് രണ്ടാമതൊരു ഷോ കൂടി നമ്മളിവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അത് നിറഞ്ഞ സദസ്സിൽ ഇപ്പോൾ പ്രദർശനം തുടരുകയാണ്. ഈ മറുപടിയെ കുറിച്ചുള്ള ചർച്ചകൾ നമ്മുടെ പ്രേക്ഷക സമൂഹം ഇപ്പോൾ തന്നെ തത്വമയിക്ക് വലിയ അഭിനന്ദന പ്രവാഹം തന്നെ അവർ നൽകിയിട്ടുണ്ട്. കാരണം ഇത്തരമൊരു സിനിമ ഇവിടെ ഈ സമയത്ത് പ്രദർശനത്തിന് എത്തിച്ചത് എന്ന്. ആ പ്രേക്ഷക പ്രതികരണങ്ങളെ കുറിച്ച് എന്ത് തോന്നുന്നു? തീർച്ചയായിട്ടും മലയാളികൾ കണ്ടിരിക്കേണ്ട ഒരു സിനിമ എന്നാണ് ഒരു പ്രേക്ഷകൻ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത്. മാത്രമല്ല ഇന്ത്യ മുഴുവൻ എല്ലാ ഭാഷകളിലും ഇത് റീമേക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ ഭാഷ മാറ്റി എല്ലാവരെയും കാണിക്കണം. പ്രത്യേകിച്ചും പുതിയ തലമുറയെ ഈ ഒരു ചലച്ചിത്രം കാണിക്കണം. എന്താണ് 2002 ഗോത്രയിൽ നടന്നത്, ഫെബ്രുവരി 27 ഗോത്രയിൽ നടന്നത് എന്നുള്ളതിന്റെ യഥാർത്ഥ ചിത്രമാണ്. കാലമെത്ര കടന്നു പോയാലും സത്യം പുറത്തു വരും കുമാർജി. ആരൊക്കെ മൂടി വെക്കാൻ ശ്രമിച്ചാലും എന്തൊക്കെയിട്ട് മൂടി വെച്ചാലും സത്യം പുറത്തു വരും. അത് പൊതുസമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കേണ്ട ബാധ്യത, ഉത്തരവാദിത്വം, ചുമതല ഒക്കെ ഒരു ജനകീയ മാധ്യമം, രാഷ്ട്ര പുരോഗതിക്ക് വേണ്ടി നിലകൊള്ളുന്ന മാധ്യമം എന്നുള്ള നിലയ്ക്ക് തത്വമയിക്കുണ്ട്, നമുക്കുണ്ട്. തീർച്ചയായിട്ടും നമ്മളത് തുടരുക തന്നെ ചെയ്യും. മാത്രമല്ല കേരളത്തിലെ വിവിധ ജില്ലകളിലേക്ക് കൂടി ഈ ഒരു പ്രദർശനം, അതായത് ഇപ്പൊ തിരുവനന്തപുരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തിയേറ്ററിലാണ് ഈ 2 പ്രദർശനങ്ങൾ നിറഞ്ഞ സദസ്സിൽ നടന്നത്. മറ്റ് ജില്ലകളിലേക്ക് കൂടി, മറ്റ് വടക്കൻ ജില്ലകളിൽ ഉൾപ്പെടെ നമ്മുടെ പ്രദർശനം സംഘടിപ്പിക്കാനുള്ള തയ്യാറെടുപ്പ് നമ്മൾ നടത്തി വരികയാണ്. തീർച്ചയായിട്ടും കേരള സമൂഹം സത്യം തിരിച്ചറിയണം. എമ്പുരാനിൽ കാണിച്ചതുപോലെ യഥാർത്ഥ ചിത്രങ്ങളെ വളച്ചൊടിച്ചുകൊണ്ട് പല രീതിയിൽ മാറ്റി പറഞ്ഞുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് പോലെ ബീഡി വലിച്ചിട്ടതാണ് ട്രെയിനിന് തീപിടിച്ചത് എന്ന് പറയുന്നത് പോലെ സത്യത്തെ പലയിടത്തായി കാലങ്ങളായി ഇവിടെ മൂടി വെച്ചിരിക്കുന്നു. ചരിത്രം മൂടി വെച്ചിരിക്കുന്നു, ചരിത്രത്തെ ഇല്ലാതാക്കിയിരിക്കുന്നു. അതിനൊക്കെയുള്ള മറുപടിയാണ് നമ്മളും പൊതുസമൂഹത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ട്, ജനങ്ങളുടെ ഭാഗമായി നിന്നുകൊണ്ട് നമ്മൾ നടത്തുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ദ സബർമതി റിപ്പോർട്ട് എന്ന ഈ ഒരു സിനിമ സൗജന്യമായി ജനങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് ടീം തത്വമയി. നേരത്തെ പറഞ്ഞതുപോലെ കേരളം മുഴുവൻ ഉള്ള ജനങ്ങൾക്ക് ഇത് സൗജന്യമായി കാണാനുള്ള അവസരം ഒരുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഞങ്ങൾ സത്യം പറഞ്ഞുകൊണ്ടേയിരിക്കും, സത്യം വെളിവാക്കിക്കൊണ്ടേയിരിക്കും. ചരിത്രത്തെ ഇല്ലാതാക്കാൻ ശ്രമിച്ചവരുടെ, അത് ആരുമാകട്ടെ, അവരുടെ മുഖത്തേക്ക് ഉറ്റുനോക്കിക്കൊണ്ട്, അവരുടെ മുഖത്തേക്ക് ക്രൂരമായി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ടായിരിക്കും ഞങ്ങൾ സത്യങ്ങൾ തുറന്നു പറയുക, സത്യങ്ങൾ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുക. ഇപ്പോൾ തിരുവനന്തപുരം ഏരീസ് ഫ്ലെക്സ് SL തിയേറ്റർ കോംപ്ലക്സിലാണ് ഞങ്ങൾ. 2ാം ദിനമാണ് ഇന്ന് ദ സബർമതി റിപ്പോർട്ട് പ്രദർശനം തുടരുന്നത്. എന്തായാലും എന്തുകൊണ്ട് തിരുവനന്തപുരത്ത് മാത്രം പ്രത്യേക പ്രദർശനം എന്നൊരു ചോദ്യം നമ്മൾ നേരിടുന്നുണ്ട് കഴിഞ്ഞ 2 ഷോകൾ കഴിയുമ്പോഴേക്കും. അതുകൊണ്ട് തന്നെയാണ് മറ്റു ജില്ലകളിലേക്കും പ്രദർശനം വ്യാപിപ്പിക്കും എന്ന പ്രഖ്യാപനം നമ്മൾ നടത്തിയിരിക്കുന്നത്. സത്യത്തിൽ ഈ ഗുജറാത്ത് കലാപത്തിന്റെ ഏകപക്ഷീയമായ ഒരു വെർഷൻ അല്ല, ഗുജറാത്ത് കലാപത്തിന്റെ ിലേക്ക് നയിച്ച ഗോദ്ര കൂട്ടക്കൊല, ആ ഗോദ്ര കൂട്ടക്കൊലയുടെ പശ്ചാത്തലം, അതിന്റെ വസ്തുതാപരമായ വിവരണങ്ങൾ, ഇതെല്ലാം അടങ്ങുന്ന ഒരു മുഴുനീള ചിത്രമാണ് സബർമതി റിപ്പോർട്ട്. ആ സബർമതി റിപ്പോർട്ട് ഇത്തരത്തിലുള്ള
ഗൂഢാലോചനയ്ക്കെതിരെ, നുണപ്രചരണത്തിനെതിരെ പൊതുജന മധ്യത്തിൽ വയ്ക്കണം എന്ന ഞങ്ങളുടെ ആശയത്തെ വലിയ രീതിയിലാണ് പ്രേക്ഷകർ സ്വാഗതം ചെയ്തത്. എന്തായാലും പ്രേക്ഷകരുടെ പ്രതികരണം കേൾക്കുമ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് മനസ്സിലാകും. നമുക്ക് പ്രതികരണത്തിലേക്ക് കടക്കാം. സിനിമ സത്യമായിട്ടുള്ള കാര്യങ്ങൾ ജനങ്ങളെ മനസ്സിലാക്കാൻ വളരെ വളരെ സഹായിക്കുന്നതാണ്. സത്യം ആ സിനിമയിൽ പറയുമ്പോൾ തന്നെ എത്ര വർഷം കഴിഞ്ഞാലും സത്യമായിട്ട് ലോകം മനസ്സിലാകും. രാജ്യദ്രോഹ ശക്തികൾ ഈ നാട്ടിലെ സംഗതിയെ വളച്ചൊടിച്ച് തെറ്റായ കള്ളപ്രചരണം നടത്തി ജനങ്ങളെ വഞ്ചിച്ചതിൽ നിന്നും സത്യത്തെ മനസ്സിലാക്കാനുള്ള, ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാനുള്ള വളരെ ഉത്തമമായ ഒരു സിനിമയായിട്ട് കാണും. സത്യം മൂടി വെക്കാൻ ഏത് തമ്പുരാൻ വിചാരിച്ചാലും സാധ്യമല്ല. ആദ്യം പറയാനുള്ള താങ്ക്സ് ടു മോദി. കാരണം ഇത്രയും സത്യങ്ങൾ പുറത്തു കൊണ്ടുവരാൻ ഇത്രയും വർഷങ്ങളെടുത്തു. അത് ഇങ്ങനെ ഒരു ഭരണകൂടം വന്നതുകൊണ്ട് മാത്രമാണ്. ഇല്ലെങ്കിൽ ഇതിപ്പോഴും അടഞ്ഞ അധ്യായമായി തന്നെ നിൽക്കുമായിരുന്നു. നമ്മളെല്ലാം ഇത് ഓരോ ബുക്കിലും എല്ലാം ഗോത്ര കലാപത്തിന് വായിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് ചിത്രമായി മുന്നിൽ വന്നപ്പോൾ എത്രമാത്രം വാസ്തവമാണ്, സത്യം കണ്ണ് നിറഞ്ഞുകൊണ്ടാണ് അതിൻ്റെ പല ഭാഗങ്ങളും നമുക്ക് കാണാൻ. നമ്മുടെ കൂടെയുള്ള സഹോദരങ്ങളെ ഈ രീതിയിൽ മൃഗീയമായി കൊല്ലുന്നത് കണ്ടുകൊണ്ട് നമുക്ക് കൂടുതൽ അത് ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയത്തില്ല. എന്തായാലും ഞാൻ ആദ്യം പറഞ്ഞ പോലെ താങ്ക്സ് മോദി, അത് മാത്രമേ പറയാനുള്ളൂ. ഈ ഒരു സിനിമ സത്യം പറഞ്ഞാൽ എങ്ങനെയാണ് അതിനെ വാക്കുകളിൽ പറയേണ്ടതെന്ന് സത്യത്തിൽ അറിയില്ല. കാരണം ഒന്ന്, തത്വമയിയോട് വളരെ നന്ദി ഇത്തരം ഒരു ഷോ ഇവിടെ ചെയ്തതിന്. ഒരു യാഥാർത്ഥ്യത്തിനെ എത്ര കാലം നമ്മൾ മൂടി വെച്ചാലും അത് സത്യമാണെങ്കിൽ ഒരിക്കൽ വെളിച്ചത്ത് വരും എന്നതിൻ്റെ ഒരു വലിയ ഉദാഹരണമാണ് ഈ ഗോത്ര. കാരണം ആരൊക്കെ എങ്ങനെയൊക്കെ ശ്രമിച്ചിട്ടും അതിൻ്റെ സത്യസന്ധമായ വസ്തുത എന്തായിരുന്നു എന്ന് വെളിച്ചത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ നാടിന് സാധിച്ചു. ഇപ്പോൾ വീണ്ടും ഗോത്ര ചർച്ചയാവുകയാണ്. യഥാർത്ഥത്തിൽ ഭാരതത്തിലെ മുഴുവൻ ജനതയും അറിയേണ്ട ഒന്നാണ് ഈ എന്താണ് യഥാർത്ഥത്തിൽ അവിടെ നടന്നതെന്ന്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഇപ്പോഴും പലർക്കും ഇതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല. ഈ നമ്മുടെ ഈ എമ്പുരാൻ സിനിമ ഒരു വിഷയമായ ചർച്ചയായ സമയത്തും പലരും വളരെ ലാഘവത്തോടു കൂടിയിട്ടൊക്കെയാണ് ഇപ്പോഴും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ നടന്നത് എന്താണ് എന്നതിനെക്കുറിച്ച് ഒരു ചർച്ച ഈ കാലഘട്ടത്തിലും ആവശ്യമാണ് എന്ന് തോന്നുന്നു. അപ്പൊ അതിനു വേണ്ടിയിട്ടാണെങ്കിൽ കൂടിയും, അല്ലെങ്കിൽ അത്തരമൊരു സംരംഭം തത്വമയി ചെയ്തതിന് ഒരുപാട് നന്ദിയുണ്ട്. ഇത് എല്ലാവരിലേക്കും എത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ യാഥാർത്ഥ്യത്തിനെ എല്ലാവരിലേക്കും എത്തിക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന ശ്രമത്തിന് ഒരുപാട് സന്തോഷം, അഭിനന്ദനങ്ങൾ. വളരെ ഇഷ്ടപ്പെട്ടു. ഇതുപോലെ കുറെ കാര്യങ്ങൾ വരണം. നമ്മളെ ഓരോ ചെറിയ ചെറിയ പ്രശ്നങ്ങളും ശരിക്കും ഇതുപോലെ ഒരു സിനിമ രീതിയിൽ വന്നാൽ ആൾക്കാർക്ക് മനസ്സിലാവാൻ പറ്റുന്ന ഒരു സംഭവം നന്നായിട്ടുണ്ട്. ഇപ്പോഴത്തെ ഈ പ്രസന്റ് സിറ്റുവേഷനിൽ ഇങ്ങനെയുള്ള സിനിമകൾ തീർച്ചയായും ഇവിടെ പ്രദർശിപ്പിക്കാൻ കാണിച്ച ഒരു എന്താ പറയുക, എൻ്റെ ഒരു നിങ്ങൾ കാണിക്കുന്ന ഒരു നല്ല കാര്യം തന്നെ, അത് എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു. പറഞ്ഞാൽ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു പറയാൻ എന്ന് പറയാൻ, നമ്മൾ സത്യം എന്തെന്ന് അറിഞ്ഞുകൂടാതെ ഉഴലുമ്പോൾ ആ ഒരു സത്യം ഇവിടെ കൊണ്ടുവന്ന്, അതും ഈ കേരളത്തിൽ ഇവിടുത്തെ ആൾക്കാർക്കാണ് പുറത്ത് യാത്ര എന്ന് പറഞ്ഞുകൂടാത്തത്. അവരിവിടെ കൊണ്ടുവന്ന് കാണിക്കുന്നത് വളരെ നന്നായി. ഇത് ഇനിയും ഇങ്ങനെ പ്രവൃത്തികൾ ഉണ്ടാവണം. ആൾക്കാർ അറിയണം എന്താണ് സത്യം എന്നുള്ളത്. സത്യം ഒരിക്കലും കുഴിച്ചുകൂടാൻ പറ്റത്തില്ല എന്ന് മനസ്സിലായത് പുറത്ത് തന്നെ വരും. തെറ്റിദ്ധാരണം മാറ്റിയതിന് വളരെ നന്ദി. ഇത് അവതരിപ്പിച്ചതിന് വളരെ നന്ദി. എമ്പുരാൻ കണ്ടപ്പോൾ വിചാരിച്ചത് മുസ്ലിംസ് ആണ് കറക്റ്റ് എന്നാണ്. പക്ഷെ ഇപ്പോഴാണ് മനസ്സിലാവുക സത്യം എന്താണ്. പക്ഷെ ഫസ്റ്റ് ഹാഫ് ചിലാകായിരുന്നു, സൂപ്പറായിരുന്നു. ശരിക്കും ഇത് മനസ്സിന് വല്ലാതെ വിഷമം ടച്ച് ചെയ്തു. അതാണ് ഏറ്റവും പ്രധാനമായിട്ട് തോന്നുന്നത്. ഇങ്ങനെ ഒരു സംഭവം ഇത്രയും വിശദമായിട്ട് നമുക്ക് അറിയാനും സാധിച്ചത് ഈ സിനിമ കണ്ടതുകൊണ്ട്. നല്ല സിനിമയായിരുന്നു, കറക്റ്റ് സ്റ്റോറി അറിയാൻ പറ്റി, നല്ല മൂവിയായിരുന്നു. കണ്ടില്ലെങ്കിൽ വലിയൊരു നഷ്ടമായിരുന്നേനെ. പക്ഷെ ഇതിന്റെ ഒരു അഭിപ്രായം ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നോർത്തിൽ താമസിച്ചത് കാരണം എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായി. പക്ഷെ ഇതൊന്ന് സബ്ടൈറ്റിൽ ചെയ്ത് ഇംഗ്ലീഷിലോ മലയാളത്തിലോ കാണിച്ചിരുന്നെങ്കിൽ കുറച്ചും കൂടി ഇഫക്റ്റീവ് ആയിരുന്നേനെ നമ്മുടെ ആൾക്കാരുടെ ഇടയിൽ എന്നുള്ളതാണ്. നന്നായിട്ടുള്ളൂ, നല്ല മൂവിയായിരുന്നു. ലൂസിഫർ കണ്ടില്ല. ആക്ച്വലി എനിക്ക് കാണാൻ താല്പര്യവും ഇല്ല. കാര്യം നമുക്ക് നമ്മുടേതല്ലേ വലുത്. അപ്പം ഇത് കണ്ടപ്പോഴാണ് സത്യം എന്താണെന്ന് വെച്ചാൽ മനസ്സിലായത്. പക്ഷെ ഞങ്ങളുടെ കണ്ടിട്ട് കുറെ പേര് മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അവരൊക്കെ കാണണമെന്ന് ആഗ്രഹം. ഞാൻ എമ്പുരാൻ കണ്ട ഒരാളാണ്. അപ്പോൾ എമ്പുരാൻ കണ്ട സമയത്ത് ഫ്രണ്ട്സുമായിട്ടാണ് പോയത്. അപ്പോൾ ഫസ്റ്റ് ആ ഇൻട്രോയിൽ കണ്ടപ്പോൾ തന്നെ ഇതെന്താണെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ചോദിക്കായിരുന്നു. പിന്നെ ഞങ്ങൾ ഡയറക്റ്റ് ചെയ്തത് ഗൂഗിളിനോട് ചോദിക്കായിരുന്നു. പക്ഷെ ഗൂഗിൾ തന്നതിനേക്കാൾ ഒരു ബെറ്റർ ആൻസറാണ് ഈ സിനിമ കണ്ടപ്പോൾ മനസ്സിലായത്.
എമ്പുരാനേക്കാൾ ഇതുപോലുള്ള സിനിമകൾ വരട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. സാധാരണ ജനങ്ങൾക്കെല്ലാം മീഡിയയിൽ എന്ത് വരുന്നോ അതാണ് സത്യം എന്ന് വിശ്വസിക്കുന്നവരാണ്. പത്രം വായിക്കുന്നവരാവട്ടെ അല്ല സോഷ്യൽ മീഡിയയിലാവട്ടെ എല്ലാം അതിലുള്ളതാണ് സത്യം എന്ന് വിശ്വസിക്കുന്നത്. ഇത് ചുരുങ്ങിയ ആൾക്കാരിൽ മാത്രം നിർത്തേണ്ട ഒരു കാര്യമല്ല. ഇത് എല്ലാ സാധാരണ ആൾക്കാരിലും ഈ സത്യം എന്താണെന്നുള്ളത് എത്തണം എന്നാണ് ആഗ്രഹം. അതിനുള്ളത് മുന്നോട്ട് നടക്കട്ടെ എന്ന് വിചാരിക്കും. അതിൻ്റെ ആക്ച്വലായിട്ടുള്ള വശം സബർമതി എക്സ്പ്രസ്സിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളതിനെക്കുറിച്ചുള്ള റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു വെർഷൻ നമ്മളിപ്പോഴാണ് ശരിക്കും ഫിലിമിലൂടെ കാണുന്നത്. ഇതിനു മുമ്പുള്ള പല സിനിമകളും ഇതിൻ്റെ നെഗറ്റീവായിട്ടുള്ള ഒരു ആർഗ്യുമെൻറ്റ്സാണ് കാണിച്ചുകൊണ്ടിരുന്നത്, ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ എമ്പുരാൻ ഉൾപ്പെടെ. പക്ഷേ ഈ സിനിമ അതിൻ്റെ നാനാവധി കമ്മീഷൻ റിപ്പോർട്ട് അനുസരിച്ചും സുപ്രീം കോടതിൻ്റെ വിധി അനുസരിച്ചും ഉള്ള ഫാക്ട്സ് കാണിച്ചുകൊണ്ടുള്ള ഒരു സിനിമയാണ്. അത് വളരെ റിയലിസ്റ്റിക് ആയിട്ട് കാണിച്ചിട്ടുണ്ട്, നല്ല രീതിയിൽ സംവിധാനം ചെയ്തിട്ടുണ്ട്. അത് കാണിക്കാനായിട്ട് ഇവിടെ തത്വമയി നടത്തിയ ഒരു പരിശ്രമം അഭിനന്ദനീയമാണ്, അതിൽ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും ജനകീയമാവുകയാണ് സത്യം പറഞ്ഞാൽ സത്യം. സത്യത്തെ ജനകീയമാക്കുന്നതിൽ തത്വമയി വഹിച്ച പങ്കിനെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരും അഭിനന്ദിച്ചു. തീർച്ചയായിട്ടും പ്രേക്ഷകർ ഞങ്ങൾക്കൊപ്പമുണ്ട്. സത്യം സത്യമായി ജനങ്ങൾക്ക് മുന്നിൽ എത്തിക്കാൻ തത്വമയും ഉണ്ട്. ദ സബർമതി റിപ്പോർട്ടിന്റെ പ്രദർശനങ്ങൾ മറ്റ് ജില്ലകളിലും, അതായത് കൊല്ലം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ ജില്ലകളിലും കഴിയുന്നതും എത്രയും പെട്ടെന്ന് സംഘടിപ്പിക്കണം എന്നാണ് പ്രേക്ഷകർ ഒന്നടങ്കം ആവശ്യപ്പെടുന്നത്, സ്നേഹത്തോടെ അഭിപ്രായപ്പെടുന്നത്. തീർച്ചയായിട്ടും അതിനുള്ള ശ്രമങ്ങളായിരിക്കും ഞങ്ങൾ നടത്തുക. പ്രേക്ഷകർ ഹൃദയം നിറഞ്ഞ് ഞങ്ങളുടെ ഈ സംരംഭത്തെയും ടീം തത്വമയും സ്വീകരിച്ചതിന്, ഞങ്ങൾക്കൊപ്പം നിന്നതിന്, ഞങ്ങളോട് സഹകരിച്ചതിന് സ്നേഹത്തോടെ നന്ദി. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്, PRS ഹോസ്പിറ്റൽ കിള്ളിപ്പാലം തിരുവനന്തപുരം. 5 തലമുറകളായി നിങ്ങൾക്കൊപ്പം. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.